ഒരു യുദ്ധക്കരാർ, അതിലൂടെ കോടികളുടെ നിക്ഷേപം, അപ്പുറത്ത് നിലയില്ലാ കയത്തിൽ മുങ്ങുന്ന ഒരു ആണവ രാഷ്ട്രം. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ ഒരു കളിയാണിത്. മിഡിൽ ഈസ്റ്റിലെ സമ്പന്ന ശക്തിയായ സൗദി അറേബ്യയും ലോകത്തെ ഏക മുസ്ലിം ആണവ ശക്തിയായ പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ ഉടമ്പടി. ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്ന ഈ നിർണായക നിമിഷത്തിന് തൊട്ടു പിന്നാലെ ഒപ്പുവെച്ച ഈ കരാറിലെ കാതലായ വാചകം ഇതാണ്: ഒരു കൂട്ടർ ആക്രമിക്കപ്പെട്ടാൽ മറ്റേ രാജ്യം യുദ്ധം ചെയ്യും. അതായത് സൗദിക്കെതിരെ ഒരു വെടിയുതിർത്താൽ അതിന് മറുപടി നൽകാൻ പാകിസ്ഥാൻ സൈന്യം മുന്നിലുണ്ടാകും. പക്ഷേ സാമ്പത്തികമായി തകർന്നടിഞ്ഞ പാകിസ്ഥാൻ എന്തിന് ഈ കരാറിൽ ഒപ്പിട്ടു? യുദ്ധത്തിന് തയ്യാറാകുന്നതിന് പകരമായി അവർക്ക് ലഭിക്കുന്നത് വെറും സൈനിക സഹായമല്ല, മറിച്ച് അവരുടെ ഭാവി സാങ്കേതിക വിദ്യയുടെ പാതയിലേക്ക് വഴി തുറക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ്. ഈ ഉടമ്പടി പാകിസ്ഥാന്റെ രക്ഷകനാകുമോ, അതോ തകർച്ചയുടെ വക്കിലെത്തിയ ഒരു രാജ്യത്തിന് സൗദി നൽകുന്ന താൽക്കാലിക ആശ്വാസം മാത്രമാണോ? നയതന്ത്രം, ആണവ സുരക്ഷ, സാമ്പത്തിക പ്രതിസന്ധി, വിപ്ലവം, ഈ 4 കളികൾ സൗദിയും പാകിസ്ഥാനും എങ്ങനെ ഒരുമിച്ച് കളിക്കുന്നുവെന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഈ കരാറിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കും. സൗദി അറേബ്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഈ പ്രതിരോധ കരാർ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കി. പരസ്പര സൈനിക ഇടപെടലാണ് കരാറിലെ മുഖ്യ വ്യവസ്ഥ. സൗദിയുടെ എണ്ണപ്പാടങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളോ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ അതിശക്തമായി തിരിച്ചടിക്കാൻ ബാധ്യസ്ഥനാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് ലോകത്ത് തന്നെ മികച്ച പരിശീലനവും യുദ്ധപരിചയവുമുണ്ട്. സൗദി സൈന്യത്തിന് പരിശീലനം നൽകുന്നതിൽ പാകിസ്ഥാൻ സൈന്യം നേരത്തെ തന്നെ പങ്കാളികളാണ്. ആണവ ശക്തിയുടെ സാന്നിധ്യം, ഇതാണ് ഏറ്റവും നിർണായകമായ ഘടകം. പാകിസ്ഥാൻ ലോകത്തെ ഏക മുസ്ലിം ആണവ രാജ്യമാണ്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ കൈവശം ഏകദേശം 170 ആണവായുധങ്ങളുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് ആണവായുധം ഉണ്ട് എന്ന് കരുതപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ സൗദിയുമായുള്ള പുതിയ കരാർ വഴി പാകിസ്ഥാന്റെ ആണവായുധ സംരക്ഷണവും സൗദിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രാദേശിക എതിരാളികളെ നേരിടാൻ സൗദിക്ക് ഇത് വലിയൊരു ആണവ കവചം നൽകുന്നു. ഈ ആണവ ഭീഷണിയെ ചെറുക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകെട്ടായി ഇത് വളരുകയാണ്. സൗദി തങ്ങളുടെ സൈനിക ഭാവിക്കായി പാകിസ്ഥാനെ ഒരു സൂപ്പർ ബോഡി ഗാർഡായി ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ കരാറിന്റെ പശ്ചാത്തലം സൗദിയുടെ സുരക്ഷാ ആശങ്കകളാണെങ്കിൽ പാകിസ്ഥാൻ ഇതിൽ ഒപ്പിട്ടതിന്റെ കാരണം വെറും പണം മാത്രമാണ്. ഈ കരാറിന് പിന്നിലെ പാകിസ്ഥാന്റെ നീക്കം അവരുടെ ദയനീയമായ അവസ്ഥയെയാണ് തുറന്നു കാട്ടുന്നത്. ഒരു ആണവ രാഷ്ട്രമായിട്ടും ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒരു ദരിദ്ര രാജ്യത്തിന്റെ മുഖം മാത്രമാണുള്ളത്. വർഷങ്ങളായുള്ള രാഷ്ട്രീയ അസ്ഥിരത, അഴിമതി, പിടിപ്പുകേട് എന്നിവ പാകിസ്ഥാനെ സാമ്പത്തികമായി തകർത്തു. വിദേശ നാണ്യശേഖരം തീർന്നു, പണപ്പെരുപ്പം കത്തിക്കയറി ജനജീവിതം ദുരിതത്തിലാണ്. IMF-ൽ നിന്നും മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും ഇരന്നു വാങ്ങിയ പണം കൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ കഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, ഭീകരവാദം പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തി. സ്വന്തം മണ്ണിൽ വളർത്തിയ ഭീകര സംഘടനകൾ ഇന്ന് രാജ്യത്തിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ന് സുരക്ഷ നൽകാൻ കരാർ ഒപ്പിടുമ്പോൾ സ്വന്തം രാജ്യത്തെ ഭീകരരിൽ നിന്ന് രക്ഷിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഈ വിരോധാഭാസവും ഇവിടെയുണ്ട്. ഈ ദുർബലമായ സാമ്പത്തിക സുരക്ഷാ സാഹചര്യത്തിൽ സൗദിയിൽ നിന്നും ലഭിക്കുന്ന ഒരു സഹായവും പാകിസ്ഥാന് തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു ബോഡി ഗാർഡ് ജോലിക്ക് പകരമായി സൗദിയിൽ നിന്നും ഒരു സമ്പദ് വ്യവസ്ഥയുടെ ജീവൻ രക്ഷാനിധി പാകിസ്ഥാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇനി പാകിസ്ഥാന്റെ നേട്ടങ്ങളിലേക്ക് വരാം. ഈ കരാറിന് പിന്നിലെ ഏറ്റവും വലിയ ആകർഷണം കോടികളുടെ നിക്ഷേപമാണ്. പ്രതിരോധ സഹായത്തിന്റെ പകരമായി പാകിസ്ഥാനിൽ വൻതോതിൽ നിക്ഷേപം നടത്താമെന്ന് സൗദി നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. ആരോഗ്യം, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ നിക്ഷേപമാണ് പാകിസ്ഥാൻ തേടിയിരുന്നത്. അടുത്തിടെ ആരോഗ്യ മേഖലയിൽ സൗദി നിക്ഷേപം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സാങ്കേതിക രംഗത്തെ ഈ വലിയ പ്രഖ്യാപനം വരുന്നത്. സൗദി അറേബ്യയിലെ സാങ്കേതിക രംഗത്തെ പ്രമുഖ കമ്പനിയായ ഹബ് പാകിസ്ഥാനിൽ നിക്ഷേപം ഇറക്കാൻ തയ്യാറായിരുന്നു. പാകിസ്ഥാനിൽ ഒരു സാങ്കേതിക പരിശീലന കേന്ദ്രം സ്ഥാപിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആദ്യഘട്ടത്തിൽ 50,000 പാകിസ്ഥാൻ പൗരന്മാർക്കാണ് കമ്പനി സംബന്ധിച്ച പരിശീലനം നൽകുക. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 പേർക്ക് നേരിട്ട് ജോലി നൽകുകയും ചെയ്യും. റിയാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹബ് മേഖലയിൽ 30 ലക്ഷം തൊഴിൽ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു വമ്പൻ കമ്പനിയാണ്. ഈ നിക്ഷേപം കേവലം പാകിസ്ഥാനുള്ള ദയയല്ല, മറിച്ച് സൗദിയോടുള്ള താല്പര്യം കൂടുകയാണ്. സൗദിയുടെ വിഷൻ നോക്കുമ്പോൾ സൗദി അറേബ്യ രംഗത്ത് തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ വലിയ പദ്ധതിയിടുന്നു. എല്ലാ സർക്കാർ ഏജൻസികളിലും യുടെ ഇടപെടൽ ശക്തിപ്പെടുത്താനും രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക പരിഷ്കരണ പദ്ധതിയായ വിഷൻ 2030ന്റെ ഭാഗമായി വളർത്താനും സൗദി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ വിദഗ്ധരുടെ വലിയൊരു നിരയെ തന്നെയാണ് അവർക്ക് ആവശ്യം. പാകിസ്ഥാനിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിലൂടെ ഹബിന് കുറഞ്ഞ ചെലവിൽ മികച്ച വൈദഗ്ധ്യമുള്ള ജോലിക്കാരെ ലഭിക്കുമെന്നാണ്
പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാനിൽ യുവജനങ്ങളുടെ എണ്ണം കൂടുതലാണ്. അവർക്ക് മികച്ച പരിശീലനം നൽകി സൗദിയിലെ വമ്പൻ പദ്ധതികളിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് സാധിക്കും. അതായത് പാകിസ്ഥാനിലെ യുവജനതയ്ക്ക് മികച്ച ജോലി ലഭിക്കുമ്പോൾ കമ്പനിക്ക് കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളെ ലഭിക്കുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കും ഒരു വിൻ വിൻ സാമ്പത്തിക നീക്കമാണ്. പരിശീലനത്തിലൂടെ പാകിസ്ഥാന് നേട്ടമുണ്ടാക്കുമെന്നത് സത്യമാണ്. പക്ഷേ ഇതിലെ വിമർശനത്തിന്റെ സ്വരം വളരെ വലുതാണ്. ഈ കരാർ പാകിസ്ഥാനെ ഒരു വിദേശ ആശ്രിത രാഷ്ട്രമാക്കി വീണ്ടും മാറ്റുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വിമർശനം. പ്രതിരോധത്തിനും സാമ്പത്തിക സഹായത്തിനും ഇപ്പോൾ സാങ്കേതിക പരിശീലനത്തിന് പോലും സൗദിയുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു ആണവ രാഷ്ട്രം. സ്വന്തം കഴിവുകൾ കൊണ്ട് രാജ്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കാതെ യുദ്ധം ചെയ്യാനുള്ള കരാറുകൾ മാത്രമുണ്ടാക്കി അതിലൂടെ സാമ്പത്തിക സഹായം തേടുന്ന പാകിസ്ഥാന്റെ ഈ നിലപാട് ആഗോളതലത്തിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് വീണ്ടും വീണ്ടും മങ്ങലേൽപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട ദാതാക്കളാണ് സൗദി അറേബ്യ. എന്നാൽ ഇന്ന് സൗദിയുടെ താല്പര്യം വിഷൻ 2030-ലാണ്. തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ പാകിസ്ഥാനെ സൗദി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. സൗദിയുടെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സൈനിക താവളമായും അവരുടെ സ്വപ്നങ്ങൾക്ക് ഇന്ധനം നൽകുന്ന ഒരു ചീപ്പ് ലേബർ സപ്ലൈ കൗണ്ടറായും പാകിസ്ഥാൻ മാറുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിക്കുന്നു. സൗദി പാക് ഉടമ്പടി കേവലം ഒരു പ്രതിരോധ കരാറല്ല. ഇന്ന് ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു വ്യാപാര ഇടപാടാണ് സൗദി അറേബ്യക്ക് ലഭിക്കുന്നത്. ഒരു മുസ്ലിം ആണവ ശക്തിയുടെ സുരക്ഷാ കവചം, അതുപോലെ പ്രാദേശിക ഭീഷണികളെ നേരിടാൻ ഒരു പരിചയ സമ്പന്നരായ സൈന്യത്തെ എപ്പോഴും കൂടെ നിർത്താനുള്ള ഒരു അവസരം, കുറഞ്ഞ ചെലവിൽ വിദഗ്ധരെ സൃഷ്ടിക്കാനുള്ള ഒരു പരിശീലന കേന്ദ്രവും. പാകിസ്ഥാനിൽ ലഭിക്കുന്നതാകട്ടെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ കോടികളുടെ നിക്ഷേപം, അതുപോലെ യുവജനങ്ങൾക്ക് പോലെയുള്ള ആധുനിക മേഖലകളിൽ തൊഴിൽ പരിശീലനം നേടാനുള്ള അവസരം. അടുത്തത് അന്താരാഷ്ട്ര സമൂഹത്തിൽ സൗദിയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നയതന്ത്ര വിജയവും. ചുരുക്കി പറഞ്ഞാൽ വിഷൻ 2030-ലൂടെ ശക്തിയാകാൻ ശ്രമിക്കുന്ന സൗദിയാണ് ഈ കളിയിലെ യഥാർത്ഥ വിജയ്. പാകിസ്ഥാൻ ആണവ ശക്തിയാണെങ്കിൽ പോലും സാമ്പത്തിക പ്രതിസന്ധി കാരണം അവർ സൗദിയുടെ രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരികയാണ്. ഈ ഇടപാട് പാകിസ്ഥാന് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും രാജ്യത്തിന്റെ ദീർഘകാലപരമായ ആശ്രിതത്വം വർദ്ധിപ്പിക്കാനും ഈ വിമർശനം നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സൗദിയുടെ ഈ നീക്കം പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗത്ത് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ സൗദി അവരുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണോ ഇവിടെ സംരക്ഷിക്കുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.